ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിന്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് നമുക്ക് വെള്ള പാലപ്പവും ചിക്കൻ കറിയായിരുന്നേ. ഞാൻ വെള്ള പാലപ്പം എന്ന് എടുത്ത് പറയാൻ കാര്യം ഞാനിവിടെ ഗോതമ്പിന്റെ പാലപ്പം ആക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അപ്പം ആക്കി എടുക്കാനായിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ മീൽസ് റൈസ് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ പച്ചരിക്ക് വരെ ഇവിടെ മീൽസ് റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മീൽസ് റൈസ് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഈ മീൽസ് റൈസും ഇച്ചിരി ചോറും തേങ്ങായും കൂടി ഇട്ട് അരച്ച് പുളിപ്പിക്കാൻ വെക്കും. പക്ഷെ ഇവിടെ ഒരു ദിവസം കൊണ്ടൊന്നും പുളിച്ച് കിട്ടലില്ല. കാരണം അകത്തും ഈ തണുപ്പുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് പുളിച്ച് കിട്ടാൻ ഭയങ്കര താമസാ. ഞാൻ പെട്ടെന്ന് മാവൊക്കെ ആക്കലുള്ള ടൈമില് ഞാൻ ഓവനിൽ വെച്ച് പുളിപ്പിച്ചെടുക്കാറുണ്ട്. ഇന്നൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റിയില്ല കേട്ടോ, അപ്പം ആയതുകൊണ്ട്. നേരത്തെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ പോയി. പക്ഷെ ആള് കുളിച്ച് വന്ന ടൈമില് ഞാൻ ചൂടോടെ ചുട്ടു കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ഗസ്റ്റ്. ഗസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നമ്മളുടെ ഫ്രണ്ടാണ്. അപ്പൊ ആള് നോമ്പ് കാണാനായിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നയാ. നോമ്പ് കാണാൻ വേണ്ടി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ ഇച്ചിരി ഇമോഷണൽ ആയി കേട്ടോ. അപ്പൊ ആള് ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറാ കേട്ടോ. MBA ചെയ്യേണ്ട ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ജർമ്മനിയിലേക്ക് വന്നതാണേ. അപ്പൊ നോമ്പൊക്കെ കാണാനായിട്ട് വന്നിട്ട് നമ്മളെ ചെറുതായിട്ടൊന്ന് കരയിച്ചു കേട്ടോ. സന്തോഷക്കണ്ണീരാണേ. അപ്പൊ ഹരി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ മോൾ ഇന്ന് ഗുഡ് ഗേൾ ആയിരുന്നേ, അവൻ പോകുന്നത് വരെ. പിന്നെ അങ്ങോട്ട് അബ്ബായും മോളും കൂടെ ഉള്ള കലാപരിപാടികൾ തുടങ്ങി. നോമ്പ് തീരുന്നത് വരെ റമദാൻ സീരീസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം ഞാൻ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ.